പ്ലസ് വൺ ഫിസിക്സ് രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്ലസ് വൺ ഫിസിക്സ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്ന രീതിയിലാണ് ഈ റിവിഷൻ ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ഇന്ന് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നെയിം ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ് അക്കോർഡിംഗ് ടു SI സിസ്റ്റം. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നാം പഠിക്കുന്ന ബേസിക് ഓർ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റുകൾ, സിമ്പൽ, ഡയമെൻഷൻസ് ഇവയെല്ലാം കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതുപോലെ പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. ഇത്രയും ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ബേസ് യൂണിറ്റുകളും സിമ്പലുകളും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആംഗിൾ. ഈ ക്വസ്റ്റ്യൻ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓർ ഡി തീറ്റ ഈക്വൽ ടു DS ഡിവൈഡഡ് ബൈ R. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്. ഇതാണ് ഇക്വേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ഓഫ് എ സ്റ്റാർ ഓർ എ പ്ലാനറ്റ് ഫ്രം ദി എർത്ത്. പാരലാക്സ് മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് യൂസ്ഡ് ടു മെഷർ ദ സൈസ് ഓർ ഡയമീറ്റർ ഓഫ് എ പ്ലാനറ്റ് ഓർ എ സാറ്റലൈറ്റ്. ഇതിൻ്റെ ആൻസറും പാരലാക്സ് മെത്തേഡ് എന്ന് തന്നെയാണ്. How will you measure the distance of a star or a planet from the earth using parallax method? Angle equal to arc by radius, that is theta equal to B divided by capital D from the figure, or capital D is equal to B divided by theta. ഏഴാമത്തെ question, how will you determine the diameter of a planet or diameter of moon using parallax method? ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന ഇക്വേഷനിൽ കൂടി തന്നെയാണ് നമ്മളിത് കണക്കാക്കുന്നത്. ആൽഫ ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D ഓർ സ്മോൾ d ഈക്വൽ ടു ആൽഫ D, where small d is the diameter of planet and alpha is the angle subtended by D at the earth. D is equal to distance to the planet from earth. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? അതൊരു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ആണ്. ഡിസ്റ്റൻസ് ഓർ ലെങ്ത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്താണ് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യുക. ദ ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1 ഇയർ ഈസ് കോൾഡ് ലൈറ്റ് ഇയർ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർ സെക്കൻഡ്, ആങ്സ്ട്രോം. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ലെങ്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട്. ആ യൂണിറ്റുകളാണ് ഇവിടെ ഓപ്ഷനായി നൽകിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. പാർ സെക്കൻഡ് ആണ് നമുക്ക് ഉത്തരമായി എഴുതുവാൻ സാധിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 1 ആങ്സ്ട്രോം ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 10⁻⁻10 മീറ്റർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ്. 1 യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1/12 of the mass of an atom of carbon 12 isotope.
1 unit is equal to 1.66 into 10 raised to minus 27 kilogram. 14ാമത്തെ question. Write the dimensional formula of following derived quantities. ഇവിടെ നൽകിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, അതിൻ്റെ ഡയമെൻഷൻസ് ആണ്. നാം ക്ലാസ്സിൽ ഇതിൽ കൂടുതൽ ഡയമെൻഷൻസ് പഠിക്കാറുണ്ട്. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഡയമെൻഷൻസ് ഇവിടെ ഉൾപ്പെടുത്തി എന്ന് മാത്രം. ഏരിയ എൽ സ്ക്വയർ, വോളിയം എൽ റൈസ് ടു 3, ഡെൻസിറ്റി എം എൽ റൈസ് ടു -3, വെലോസിറ്റി എൽ ടി റൈസ് ടു -1, ആക്സിലറേഷൻ എൽ ടി റൈസ് ടു -2, മൊമെൻറ്റം എം എൽ ടി റൈസ് ടു -1, ഫോഴ്സ് എം എൽ ടി റൈസ് ടു -2, work or energy m l square t raised to -2, power m l square t raised to -3, torque m l square t raised to -2, pressure m l raised to -1 t raised to -2, stress m l raised to -1 t raised to -2, modulus of elasticity m l raised to -1 t raised to -2. ഈ ഡയമെൻഷൻസ് എല്ലാം നാം പഠിക്കുമ്പോൾ ഒരേപോലത്തെ ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി, സ്ട്രെയിൻ എന്നിവയാണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നിവയാണ് ആൻസറായി വരുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് gravitational constant using equation F equal to G into m1 m2 divided by r square. ഇവിടെ നാം ചെയ്യേണ്ടത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിൻ്റെ ഇക്വേഷൻ ആയി ഈ ഇക്വേഷനെ മാറ്റിയെടുക്കുക. G is equal to FR square divided by m1 m2. അതിനുശേഷം വലത് സൈഡിലുള്ള എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻസ് എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ആർ ഒരു ഡിസ്റ്റൻസ് ആണ്, m1 m2 ഇത് രണ്ടും മാസ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഡയമെൻഷൻ്റെ രൂപത്തിലാക്കി എഴുതാം. G ഈക്വൽ ടു എം എൽ ടി റൈസ് ടു -2 എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എം. ഈ ഡിനോമിനേറ്ററിലുള്ള എം ഇൻറ്റു എം ഇതിനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് ഒന്ന് ആക്കാം. അപ്പോൾ ഡയമെൻഷൻ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എം എൽ ടി റൈസ് ടു -2 എൽ സ്ക്വയർ എം റൈസ് ടു -1 എം റൈസ് ടു -1. ഇത് ഒന്ന് ചേർത്ത് എഴുതുമ്പോൾ G is equal to എം റൈസ് ടു -1 എൽ ക്യൂബ് ടി റൈസ് ടു -2 എന്നിങ്ങനെ ലഭിക്കും. ഇതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് Planck's constant using equation lambda equal to h divided by m into v. തൊട്ട് മുൻപിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. h is equal to l m l t raised to -1 എന്ന രീതിയിൽ ഡയമെൻഷണൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇത് ചേർത്ത് എഴുതുമ്പോൾ h is equal to m l square t raised to -1 എന്ന് നമുക്ക് ലഭിക്കും. Planck's constant h is equal to m l square t raised to -1. 19ാമത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ കറക്റ്റ്നെസ്, വെദർ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട് എന്ന കാര്യം നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന രീതി ഉപയോഗിച്ചിട്ടാണ് നാം ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം.
For an equation to be correct, the dimensions of each terms on both sides of the equation must be the same. ഒരു ഇക്വേഷൻ കറക്റ്റ് ആകണമെങ്കിൽ സമത്തിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് ഒരുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ the dimensions of physical quantities may be added or subtracted only if they have the same dimension. ഒരു സബ്ട്രാക്ഷനോ ആഡിങ്ങോ നമ്മൾ നടത്തുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ വളരെ നല്ല രീതിയിൽ പഠിച്ചിരിക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ check whether the equation is dimensionally correct or not. S is equal to ut plus half at. നമുക്കറിയാം at² എന്ന രീതിയിലാണ് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ആ സ്ക്വയർ മാറ്റിയാൽ ഈ ഇക്വേഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. വലതു സൈഡിലുള്ള എല്ലാ ടേമുകൾക്കും L എന്ന ഡയമെൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല. എസ് ഈക്വൽ ടു എൽ എന്നാണ്. റൈറ്റ് സൈഡിൽ യു എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. LT⁻⁻1 ഇൻറ്റു ടൈം ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ. ഹാഫ് AT, എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻², ടിയുടെ ഡയമെൻഷൻ ടി. അങ്ങനെ LT⁻⁻1 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ടേമിൽ ഹാഫ് AT എന്ന ടേമിൽ LT⁻⁻1 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും, സിൻസ് ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ടൈംസ് ആർ നോട്ട് സെയിം, ദ ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതേ ഇക്വേഷൻ തന്നെ S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT² നാം പഠിച്ചിട്ടുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ടേമുകൾക്കും L എന്ന് പറയുന്ന ഡയമെൻഷൻ ലഭിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റായി എന്ന് നമുക്ക് പറയാം. സിൻസ് ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ടൈംസ് ഓൺ ദ ബോത്ത് സൈഡ്സ് ആർ സെയിം, the equation is dimensionally correct. 22ാമത്തെ question. Using the method of dimension, check whether the equation is dimensionally correct or not. 23ാമത്തെ question ഇതുതന്നെയാണ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. 22ാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഹാഫ് mv² ഈക്വൽ ടു mgh എന്ന ക്വസ്റ്റ്യനും 23ാമത്തെ ക്വസ്റ്റ്യനിൽ E is equal to mc². നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇരുവശങ്ങളിലുമുള്ള സമത്തിന് ഇരുവശങ്ങളിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതുക, ഡയമെൻഷൻ എല്ലാ ടേമുകളുടെയും സെയിം ആണ്, അതുകൊണ്ട് ഈക്വേഷൻ കറക്റ്റ് ആണ് എന്ന്. നമുക്ക് കറക്റ്റ് അല്ലാതെ കിട്ടുകയാണെങ്കിൽ എഴുതുക, എല്ലാ ടേമുകളുടെ ഡയമെൻഷൻ ഒരുപോലെയല്ല, അതുകൊണ്ട് ഈക്വേഷൻ കറക്റ്റ് അല്ല എന്ന രീതിയിൽ ചെയ്യുക. ഡയമെൻഷണൽ അനാലിസിസിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഇക്വേഷനിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ടേംസ് ഇവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ രീതി ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻസ് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. 28ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. സപ്പോസ് ദാറ്റ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ് ഓഫ് ദി ബോബ് m, length L and acceleration due to gravity g. Derive the expression for its time period using the method of dimensions. Method of dimensions. ഡയമെൻഷൻസിൻ്റെ രീതി അനുസരിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ഒരു ഇക്വേഷൻ രൂപീകരിക്കുക. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് മാസ് m, ലെങ്ത് L, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എന്നിവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ നാം ആദ്യം ചെയ്യേണ്ടത് ഈ ടേമുകളെല്ലാം പ്രൊപ്പോർഷണൽ ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. T ഈസ് പ്രൊപ്പോർഷണൽ ടു m⁻⁴, L⁻⁴, g⁻z എന്ന രീതിയിൽ ഒരു ഇക്വേഷൻ രൂപീകരിച്ചെടുക്കുക. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ T ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ചേർക്കുക, k ഇൻറ്റു m⁻⁴, L⁻⁴, g⁻z. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് രേഖപ്പെടുത്തി വയ്ക്കുക. ഇനി ഇടതുവശത്തും വലതുവശത്തും സമത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് എഴുതുക. അപ്പോൾ m⁻⁴, L⁻⁴, t⁻1 എന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ കിട്ടും. സമത്തിൻ്റെ വലതുവശത്ത് m⁻⁴, L⁻⁴, LT⁻⁻2 z എന്ന രീതിയിൽ കിട്ടും. ഇനി വലതു ഭാഗത്തുള്ള
ആ ബ്രാക്കറ്റുള്ള ടേം ഒന്ന് വിശദീകരിച്ച് എഴുതുക. m raised to 0, l raised to 0, t raised to 1, that is equal to m raised to x, l raised to y, l raised to z, t raised to minus 2z. ഇനി ടേമുകളെല്ലാം ഒരുമിച്ച് എഴുതുമ്പോൾ വലത് ഭാഗത്ത് മാത്രം എല്ലിൻ്റെ ഒരു ടേം ഒരുമിച്ച് എഴുതാനുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. m raised to 0, l raised to 0, t raised to 1, that is equal to m raised to x, l raised to y plus z, t raised to minus 2z. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷനുകളുടെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റിംഗ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഈക്വൽ ടേംസ് ഓൺ ബോത്ത് സൈഡ്സ്. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ലഭിക്കും എമ്മിൻ്റെ ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ. ഇനി എല്ലിൻ്റെ ടേം ഇക്വേറ്റ് ചെയ്യുമ്പോഴോ y പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് ലഭിക്കും. ടിയുടെ ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2z ഈസ് ഈക്വൽ ടു 1 എന്ന രീതിയിൽ നമുക്ക് ലഭിക്കും. ഇനി z ഈസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് നമുക്ക് എഴുതാം. ഈ ഇസഡിൻ്റെ വാല്യൂ y പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിൽ കൊടുത്താലോ y പ്ലസ് മൈനസ് ഹാഫ് ഈസ് ഈക്വൽ ടു 0, ദെൻ y ഈസ് ഈക്വൽ ടു 1/2. അങ്ങനെ എക്സിൻ്റെയും ഇസഡിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം. t ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റൈസ് ടു 0, l റൈസ് ടു ഹാഫ്, g റൈസ് ടു മൈനസ് ഹാഫ്. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തെഴുതിയാൽ മതിയാകും. t ഈസ് ഈക്വൽ ടു k, m റൈസ് ടു 0 എഴുതേണ്ടതില്ല, l റൈസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ g റൈസ് ടു ഹാഫ്. ഇനി അതിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതാം. റൈസ് ടു ഹാഫ് ഇട്ട് എഴുതുന്നതിന് നമുക്ക് സ്ക്വയർ ഇട്ട് കൊടുക്കാം. t ഈസ് ഈക്വൽ ടു k ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് l ബൈ g. ഇതാ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനായി. ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ രൂപീകരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഡയമെൻഷൻസ് ആണ്. 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഇവിടെ 6 ലിമിറ്റേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിമിറ്റേഷൻസിൽ നിന്ന് ഏതെങ്കിലും 2 നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. ഡയമെൻഷണൽ അനാലിസിസ് ചെക്ക് ഓൺലി ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ബട്ട് നോട്ട് ദി എക്സാക്ട് കറക്റ്റ്നെസ്. രണ്ടാമത്തേത്, ദ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ്. മൂന്നാമത്തെ, we cannot deduce a relation if the physical quantity depends on more than 3 physical quantities. Next, the method cannot be considered to derive equations involving more than one term. 5. A formula containing trigonometric, exponential and logarithmic function cannot be derived from it. 6. It does not distinguish between physical quantities having same dimensions. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ആക്യുറസി എന്താണെന്ന് ആദ്യം നോക്കാം. ആക്യുറസി ഓഫ് എ മെഷർമെന്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി. Precision. Precision tells us to what resolution or limit the quantity is measured. 31ാമത്തെ question. A measurement can have more accuracy with less precision or less accuracy with more precision. State whether true or false. The answer is true. 32ാമത്തെ question. Differentiate systematic errors and random errors. എററുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ സാധാരണയായി ചോദിച്ചു കണ്ടിട്ടുള്ളവയാണ്. ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് സിസ്റ്റമാറ്റിക് എറേഴ്സും റാൻഡം എറേഴ്സും എന്താണെന്നുള്ളതാണ്. ദ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് ദാറ്റ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. റാൻഡം എറേഴ്സ് ആർ ദോസ് എറേഴ്സ് വിച്ച് ഒക്കർ ഇറഗുലർലി ആൻഡ് ഹെൻസ് ആർ റാൻഡം വിത്ത് റെസ്പെക്ട് ടു സൈൻ ആൻഡ് സൈസ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് 3 സോഴ്സസ് ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. 1. Instrumental errors. 2. Imperfection in experimental technique or procedure. 3. Personal errors. 34ാമത്തെ ക്വസ്റ്റ്യൻ. What do you mean by least count of a measuring instrument? It is the smallest value that can be measured by the measuring instrument. It is called least count.
35. Which among the following gives more accurate measurement of length? Meter scale, vernier calipers, screw gauge. The answer is screw gauge. എററുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും നാം പഠിച്ചിരിക്കേണ്ടതാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ആബ്സല്യൂട്ട് എറർ ഇൻ മെഷർമെന്റ്? The magnitude of difference between true value of the quantity and the individual measurement value is called absolute error of the measurement. 37ാമത്തെ question. What do you mean by relative error of measurement? The relative error is the ratio of mean absolute error delta A mean to the mean value A mean of the quantity measured. 38ാമത്തെ question. What do you mean by percentage error of a measurement? The relative error expressed in percentage is called a percentage error. Percentage error equal to delta A mean divided by A mean into 100. സിഗ്നിഫിക്കൻ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ കണ്ടെത്തുക എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സിഗ്നിഫിക്കൻ്റ് ഫിഗറും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സിഗ്നിഫിക്കൻ്റ് ഫിഗർ കണ്ടെത്താനുള്ള റൂൾസ് നാം കൃത്യമായി തന്നെ പഠിച്ചിട്ട് വേണം ഇത് ആൻസർ ചെയ്യാനായിട്ട്. പെർസെൻറ്റേജ് എറർ കാണാനുള്ള ക്വസ്റ്റ്യൻ സാധാരണയായി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The centripetal force of a body is given by F is equal to mv square divided by r. Write an expression for percentage error in centripetal force. ഈ ഇക്വേഷൻ്റെ പെർസെൻറ്റേജ് എറർ നാം എഴുതുമ്പോൾ എത്രത്തോളമാണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത് അത് പെർസെൻറ്റേജിൽ നമ്മൾ എഴുതണം. ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു 100 ഈക്വൽ ടു ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു 100 എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നാം പ്രത്യേകം പഠിച്ചിരിക്കേണ്ടതാണ്. +1 ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഈ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ കണ്ടത്. അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. പുതിയ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.